ഹേ ഗായ്സ്, CSCB കോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ എക്സാം ഒക്കെ ആയിട്ട് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് മെജോറിറ്റീസും ഫീസും ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ലാഗില്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫോർ മാനേജിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ കോറം ജസ്റ്റ് അബവ് 50% ആണ്. ഫോർ മാനേജിംഗ് കമ്മിറ്റി ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ 8, മാനേജിംഗ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ 12. ഇനി ഫോർ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ഇത് ഒത്തിരി തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ 20 or 1/4 ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് വിച്ച് എവർ ഈസ് ലെസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ നമുക്ക് CSCB ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ഓപ്ഷൻ നല്ല കൺഫ്യൂസിങ് ആയിരിക്കും. ചിലപ്പം 20 or 1/5 എന്നൊക്കെ ആയിരിക്കും ഓപ്ഷനിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ വിച്ച് എവർ ഈസ് ലെസ് മാറ്റിയിട്ട് വിച്ച് എവർ ഈസ് ഹയർ ഒക്കെ ആയിരിക്കും തരുന്നത്. അതുകൊണ്ട് അത് അതേപടി പഠിച്ചു വെക്കുക. അടുത്തത് ഫോർ ബൈലോ അമെൻമെൻറ്റും പിന്നെ എക്സ്പൾഷനും, ഇത് രണ്ടും 2/3 മെജോറിറ്റി തന്നെയാണ് വരുന്നത്. പിന്നെ അമാൽഗമേഷൻ, ഡിവിഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വരുന്ന സമയത്ത് സിമ്പിൾ മെജോറിറ്റിയാണ്. നേരത്തെ ഇത് 2/3 മെജോറിറ്റി ആയിരുന്നു, അത് സിമ്പിൾ മെജോറിറ്റി അമെൻമെൻറ്റ് വന്ന് മാറിയിട്ടുണ്ട്, അത് ഓർത്തിരിക്കണം. പിന്നെ വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് RCs എന്നുള്ളതും അമെൻമെൻറ്റിൻ്റെ ഭാഗമാണ്, അവിടം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. പിന്നെ വൈൻഡിങ് അപ്പിൻ്റെ ആണെങ്കിൽ 3/4 മെജോറിറ്റി. വൈൻഡിങ് അപ്പിന് വേറെ പല കണ്ടീഷൻസും ഉണ്ട്, പക്ഷെ അതിൻ്റെ അകത്തൊരു മെജോറിറ്റി പറയുന്നത് ആ 3/4, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. എൻക്വയറിയുടെ ശരിക്കും നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓർ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ഫോർ ക്വാറം ഫോർ ജനറൽ ബോഡി മീറ്റിംഗ് വിച്ച് എവർ ഈസ് ലെസ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. പിന്നെ അതിൻ്റെ അകത്ത് ആ 1/3 എന്നുള്ളത് മാറിപ്പോകാതിരുന്നാൽ മതി, അത് അവിടെ ആയിരിക്കും നമുക്ക് ഡാഷ് ഇട്ട് വരാൻ സാധ്യത ഉള്ളത്. വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ ഇടുന്ന സാഹചര്യങ്ങൾ നമുക്ക് പോയിന്റ് ഇട്ട് പറയുന്നുണ്ടല്ലോ. 65 പ്രകാരം എൻക്വയറി, 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ, അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റിൻ്റെ അകത്ത് വരുന്നതാണ് നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റിയുടെ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും വൈൻഡിങ് അപ്പ് നടത്തും എന്നുള്ളത്, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. രജിസ്ട്രേഷൻ ഫീസ് നോക്കാം. ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് ഫീസ് വരുന്നതാണ്. വിത്തിൻ 1 താലൂക്ക് ആണെങ്കിൽ 2500, ഒരു താലൂക്കിൽ കൂടുതലും ഒരു ജില്ലയിൽ താഴെയുമാണെങ്കിൽ 5000, 1 ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 6250, എബവ് 1 ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 1200. ഇനി സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ 100 രൂപയും SC/ST അല്ലെങ്കിൽ വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ 500 രൂപയാണ് വരുന്നത്. ഇതിൽ നിന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എലക്ഷൻ ഫീസാണ്. എലക്ഷൻ ഫീസ് വരുന്നത് അപ്പെക്സ് സൊസൈറ്റിയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും 7500, സെൻട്രൽ ഫെഡറൽ സൊസൈറ്റീസ് ഒക്കെ ആണെങ്കിൽ 4500, ക്രെഡിറ്റ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ് ആണെങ്കിൽ 3000, അതർ സൊസൈറ്റീസ് ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ 1500. ഇനി ഈ എലക്ഷൻ ഫീസ് ഇല്ലാത്ത അല്ലെങ്കിൽ അതിന് കുറച്ച് എക്സംഷനുള്ള കേസുണ്ട്, അതും കൂടെ ഞാൻ പറയാം. എല്ലാ സൊസൈറ്റികൾക്കും ആദ്യത്തെ ഇലക്ഷന് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും എലക്ഷൻ ഫീസ് കൊടുക്കണ്ട. പിന്നെ മജോറിറ്റി മെമ്പേഴ്സ് SC/STയിൽ നിന്നുള്ള മെമ്പേഴ്സ് ആണെങ്കിലും, അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സൊസൈറ്റി ആണെങ്കിൽ അവർക്കും എലക്ഷൻ ഫീസ് കൊടുക്കണ്ട. ഈ നോട്ട്സ് ഇങ്ങനെ വെച്ചിട്ട് വായിക്കുന്നതിന് നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് ക്ഷമിക്കണം. ഇപ്പോൾ ടൈപ്പ് ചെയ്യാനും കൂടെ പോയിട്ടുണ്ട സമയം തികയത്തില്ല, നാളെ എന്തായാലും എല്ലാവർക്കും എക്സാം അല്ലേ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി നോക്കാമേ. ഇനി നമുക്ക് ഡിസ്പ്യൂട്ടിൻ്റെ ഫീസ് നോക്കാം. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ മിനിമം വരുന്നത് 5000 ആണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അതിൻ്റെ 3 ഡിവിഷനായിട്ട് വരുന്നത് 2 ലക്ഷം രൂപ വരെയാണെങ്കിൽ 5000 രൂപ വരെയും, 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ 7500 രൂപയും, 10 ലക്ഷത്തിൻ്റെ മുകളിലേക്കാണെങ്കിൽ 10000 രൂപയാണ് വരുന്നത്. അടുത്തത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്. എംപ്ലോയി പെറ്റീഷൻ ആണെങ്കിൽ 1500, എലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ 7500, അതർ പെറ്റീഷൻ ആണെങ്കിൽ 3000 രൂപയുമാണ് വരുന്നത്. അടുത്തത് അപ്പീൽസ് ടു ട്രൈബ്യൂണൽ. മോണിറ്ററി ഡിസ്പ്യൂട്ടിനാണ് നമ്മൾ അപ്പീലിന് പോകുന്നതെന്നുണ്ടെങ്കിൽ മിനിമം വരുന്നത് 500, മാക്സിമം 3000 ആണ്. 5% ഓഫ് മണി ഇൻവോൾവ്ഡ് ആണ് മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ തർക്കത്തിന് ഫീസായിട്ട് വരേണ്ടത്. പക്ഷേ മിനിമം 500, മാക്സിമം 3000 ആണ്. അതായത് ആ ഇൻവോൾവ് ആയിട്ടുള്ള മണി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ആ 5% കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് 500-ൽ താഴെയുള്ളൊരു തുകയാണെങ്കിൽ നമ്മൾ 500 കൊടുക്കണം. മണി ഇൻവോൾവ്ഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 3000-ൻ്റെ മുകളിലേക്കുള്ള ഒരു എമൗണ്ട് ആണെങ്കിലും നമ്മൾ 3000 കൊടുത്താൽ മതി.
അതാണ് മാക്സിമം 3000 രൂപയെ അതിൻ്റെ ഫീ ആയിട്ട് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. മിനിമം വരുന്നത് 500 അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അപ്പീൽ ഫോർ എലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിലോ, എലക്ഷൻ ഡിസ്പ്യൂട്ടിന് അപ്പീൽ പോവുകയാണെങ്കിൽ 3000, മറ്റുള്ള ഡിസ്പ്യൂട്ടുകൾക്കെല്ലാം നമ്മൾ അപ്പീലിന് പോയാൽ 750 വരുന്നത്. അടുത്തത് ട്രൈബ്യൂണലിൻ്റെ അടുത്ത് റിവിഷനോ റിവ്യൂവിനോ പോകുന്ന സമയത്തുള്ള ഫീസാണ്. അത് 325. റിവിഷൻ ബിഫോർ ഗവൺമെൻറ് ഓർ RCS ആണെങ്കിലോ, അത് എംപ്ലോയി പെറ്റീഷൻ ആണെങ്കിൽ 1500, കമ്മിറ്റി മെമ്പറാണ് പരാതി കൊടുക്കുന്നതെങ്കിൽ 5000 രൂപയായിരിക്കും വരുന്നത്. ഇനി ഗവൺമെൻറ് ഓർ RCSൻ്റെ അടുത്ത് അപ്പീൽ പോവുകയാണെങ്കിൽ ആപ്ലിക്കൻ്റ് ഒരു എംപ്ലോയി ആണെങ്കിൽ 4500, കമ്മിറ്റി മെമ്പർ ആണെങ്കിൽ 5000 രൂപയാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് നോക്കാം. മാക്സിമം ഓഡിറ്റ് ഫീ എത്രയാണ്? 1 lakh ആണ്. മാക്സിമം അഫിലിയേഷൻ ഫീ ആണെങ്കിലോ 2000. മിനിമം അഫിലിയേഷൻ ഫീ 100 രൂപ. അഫിലിയേഷൻ ഫീ ഫോർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ഷെയർ ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ്. ബൈലോ അമെൻമെൻറ്റ് ചെയ്യുന്ന ഫീസ് SC/ST, സ്കൂള്, വുമൺ സൊസൈറ്റീസ് ഒക്കെ ആണെങ്കിൽ 50 രൂപയും മറ്റ് സൊസൈറ്റികൾക്കെല്ലാം വരുന്നത് 1000 രൂപയുമാണ്. ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സൊസൈറ്റിക്ക് അടക്കേണ്ടി വരുന്ന ഫീസിനെ കുറിച്ച് പഠിക്കാം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, KSCIDB ഒക്കെ ആണെങ്കിൽ 15000 രൂപയാണ് വരുന്നത്. DCB ഒമിറ്റ് ചെയ്തേക്കുന്നതാണ്, അതിപ്പോൾ ഇല്ല. പാക്സ്, PCRDB, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ 7500 രൂപ അടക്കണം. അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി, അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റി, മറ്റ് മിസ്ലേനിയസ് സൊസൈറ്റികളെല്ലാം 5000 രൂപയുമാണ് അടയ്ക്കേണ്ടത്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ റീക്ലാസിഫൈ ചെയ്ത് ഹയർ ക്ലാസ്സിലേക്ക് ആക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ വയ്ക്കേണ്ട ചെല്ലാൻ റെസിപ്റ്റ് എത്ര രൂപയുടേതാണ്? 750 രൂപയാണ്. പുതിയതായി രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റിക്ക് 2 വർഷത്തേക്ക് റീക്ലാസിഫിക്കേഷൻ വരുന്നില്ല. പിന്നെ അതിനും ഫീസുണ്ട്. പാക്സ്, ഫാമേഴ്സ് സർവീസ് സൊസൈറ്റി, എംപ്ലോയി സൊസൈറ്റി, ഹൗസിംഗ് സൊസൈറ്റി, ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, PCIDB, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, പിന്നെ മറ്റു ക്രെഡിറ്റ് സൊസൈറ്റി, ഇവർക്കെല്ലാം 3000. ഈ പറഞ്ഞതിലൊന്നും പെടാത്ത എല്ലാത്തിനും 750 രൂപയാണ് വരുന്നത്. ഇനി റീക്ലാസിഫൈ ചെയ്യുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 3 വർഷം കൂടുമ്പോഴാണ്. 1 in 3 years എന്നുള്ളത് ഓർത്തിരിക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ ഓർ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് RCS എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. 1 in 3 years, 3 വർഷം കൂടുമ്പോഴാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തായാലും CSEB ആസ്പിറൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അറിയായിരിക്കുമല്ലോ. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്യണം. അമെൻമെൻ്റ് ആണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്യണം. അഫിലിയേഷൻ ആണെങ്കിലോ 45 ദിവസത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്യണം. 45 ദിവസത്തിനുള്ളിൽ അഫിലിയേഷൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ ഒരു അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു, ആ കൺസേൺ സൊസൈറ്റി റെസ്പോണ്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അഫിലിയേഷൻ കിട്ടിയതായിട്ടാണ് കണക്കാക്കുന്നത്. എൻക്വയറി കംപ്ലീറ്റ് ചെയ്യേണ്ടത് എത്ര കാലയളവിനുള്ളിലാണ്? 4 മാസത്തിനുള്ളിൽ. വിജിലൻസ് ഓഫീസർ നടത്തുന്ന എൻക്വയറി ആണെങ്കിലോ 3 മാസത്തിനുള്ളിൽ. കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഒരു ഓർഡർ പുറപ്പെടുവിക്കേണ്ടത് എത്ര കാലത്തിനുള്ളിലാണ്? 1 വർഷത്തിനുള്ളിലാണ്. കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് സിവിൽ കോർട്ടിൻ്റെ പവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അണ്ടർ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908. ബൈൻഡിങ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എത്ര കാലത്തിനുള്ളിലാണ്? 2 വർഷത്തിനുള്ളിലാണ്. സർചാർജ് ചെയ്യപ്പെട്ട ഒരാളെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുന്നത്? 3 വർഷത്തിന് ശേഷം. എക്സ്പെൽ ചെയ്ത ആളാണെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ. സൂപ്പർസീഡഡ് കമ്മിറ്റി ആണെങ്കിലോ ഒരു ടേം കഴിഞ്ഞിട്ട് പിന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് കൺഫ്യൂസ് ആകാൻ സാധ്യതയുള്ളൊരു കാര്യം ഞാൻ പറയാം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 15. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്, അതായത് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 74 ആണ് ആൻസറേ. രണ്ടും കൂടെ മാറിപ്പോകാൻ പാടില്ല. പിന്നെ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാ? ഗവൺമെൻറ് ആണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആരുടെ കൺട്രോളിലാണ്? ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. യോഗ്യത എന്താ? 10 years of bar practice and experience and expertise in banking or cooperative field. ആ ബാർ പ്രാക്ടീസിൻ്റെ വേണമെങ്കിൽ നമുക്ക് എത്ര വർഷമാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ടേ. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ ടേം 3 വർഷമാണോ 65 വയസ്സാണോ ഏതാണോ ആദ്യം, അതും അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ സെക്ഷൻ ഏതാ? സെക്ഷൻ 69 ആണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ആണെങ്കിലോ സെക്ഷൻ 2E/C ആണ്. ഇനിയും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂറേഷൻ ഒരുപാട് കൂടും. അതുകൊണ്ട് ഞാൻ വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സൊക്കെ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ.